പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്കൊരുമിച്ച് തിരുവചനം പഠിക്കുവാൻ കർത്താവ് നൽകിയ സാവകാശമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ സ്തുല്യ നാമത്തിൽ വീണ്ടും സന്ധ്യാവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ സമയം ചിലവഴിക്കാനൊക്കെ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് ദൈവസന്നിധിയിൽ നമുക്ക് ബദ്ധപ്പാടുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അല്പം വേറിട്ട് ആശ്വസിക്കുവാനും വിശ്രമിക്കുവാനും തിരുവചനത്താൽ നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ശക്തീകരിക്കുവാനൊക്കെ ലഭിക്കുന്ന അമൂല്യമായ അവസരമായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 11 അധ്യായം വരെ അതിനെ താത്വികമായ ഈ ലേഖനത്തിലെ ഉപദേശപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയായിരുന്നു. എന്നാൽ പ്രായോഗികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ചില ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊത്തിരി കാര്യങ്ങൾ ആശയങ്ങൾ മനസ്സിലേക്ക് വരുന്നു. എല്ലാം പറയാനായിട്ട് നമുക്ക് സമയമില്ല. അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണല്ലോ. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 6-ാമത്തെ മുന്നറിയിപ്പ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവിടെ ഒടുവിൽ നമ്മൾ വായിച്ചു നിർത്തിയത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം സ്നേഹവാനാണ്, കരുണാമയനാണ്, കൃപാലുവാണ്. നമ്മളെപ്പോഴും കർത്താവേ നീ സ്നേഹമയനായതുകൊണ്ട് സ്തോത്രം, കരുണാമയനായതുകൊണ്ട് സ്തോത്രം. കർത്താവൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഘടകം ഞാൻ ചൂണ്ടിക്കാണിക്കാം. തിരുവചനങ്ങളെ എടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാം, കർത്താവേ നീ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് എനിക്കറിയാം. ആ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് വരുന്നത് എപ്പോഴാണ്? റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിൽ യഹൂദൻ പാപിയാണെന്ന് പറയാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അത് ദൈവത്തിൻ്റെ കോപത്തെ ഉണർത്താനായിട്ടിടയായി തീരുമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മളത് മറക്കരുത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ് എന്നുള്ളത് എബ്രായ വിശ്വാസികൾ ഓർപ്പിക്കാനുള്ള കാരണം വേറെ രക്ഷാമാർഗമില്ല. അത് ഒരു മടങ്ങിപ്പോക്ക് നിത്യനാശത്തിലേക്കായിരിക്കും. അതായത് അവൻ ഒരിക്കൽ മാത്രം ഇനി ആകാശത്തെയും ഭൂമിയെയും ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിനും നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇളകാത്ത രാജ്യം ക്രിസ്തു സ്ഥാപിച്ചിരിക്കിയാൽ ഇളക്കമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമോ അതിൻ്റെ പട്ടണമോ അതിൻ്റെ ദേവാലയമോ ഒന്നും സ്ഥിരമായതല്ല. അതിലേക്ക് മടങ്ങിപ്പോകുന്നത് ദൈവത്തിൻ്റെ ശിക്ഷാവധി പ്രാപിക്കാൻ മാത്രമേ ഉതകിയുള്ളൂ എന്ന ഭയനിർദ്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ് ആ ഭാഗത്ത് നമ്മൾ കണ്ടത്. 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ വേദവാക്യം ഭാഗങ്ങളാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 മുതൽ 6 വരെ. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഒന്ന്, സഹോദര സ്നേഹം, ബ്രദർലി ലവ്. രണ്ടാമത്തേത് വൈവാഹിക വിശുദ്ധി, 4-ാം വാക്യം. 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത് സംതൃപ്തിയുള്ള ജീവിതത്തിന് ദ്രവ്യാഗ്രഹം ഉപേക്ഷിച്ച് ദൈവാശ്രയമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്.
പരിചിതമായ ഒരു ഭാഗമാണെങ്കിലും ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു വിശ്വാസികൾ അത്യന്താപേക്ഷിതമായി പിടിച്ചുകൊള്ളേണ്ടുന്ന തങ്ങളുടെ ക്രൈസ്തവ ജീവിതം, വിശ്വാസ ജീവിതം ഫലവത്തായി തീരേണ്ടതിന് പിടിച്ചുകൊള്ളേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സഹോദരപ്രീതി. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, സഹോദരവർഗത്തോടുള്ള ഒരു ഇഷ്ടം, പ്രത്യേകമായൊരു താല്പര്യം. നമ്മൾ മൊർദെഖായിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ സഹോദരവർഗത്തിന് ഇഷ്ടനായിരുന്നു, പ്രിയനായിരുന്നു. അപ്പോൾ സഹോദരവർഗത്തോട് നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ചാർച്ചക്കാരോ അയൽപ്പക്കക്കാരോ കൊളീഗ്സോ അവരോടൊക്കെ നമുക്ക് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ നാഥൻ്റെ കാൽവരി ക്രൂസിൽ അവിടുന്ന് ചൊരിഞ്ഞ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ളതിനാൽ അതേ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട്, ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഭാഗവാക്കാകുന്ന അതേ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും പങ്കാളികളായിത്തീരുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളോട് ഉള്ള ഒരു പ്രത്യേകമായ ഒരു അഭിവാഞ്ച, ഒരു പാഷൻ, ഒരു ഇഷ്ടം, ഒരു താല്പര്യം, അതിനപ്പുറത്ത് എനിക്ക് മറ്റാരെയും സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയുകയില്ല. ആ ബാക്കി എല്ലാ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിൻ്റെ താഴെ മാത്രമേ വരികയുള്ളൂ, വരാൻ പാടുള്ളൂ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സാധാരണ മിക്കവാറും എല്ലാവരും പറയുന്നൊരു പരിഭവമാണ്, ആർക്കും സ്നേഹം ഇല്ല, പണ്ടത്തെ പോലെ ഒന്നും ആർക്കും സ്നേഹമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായിരിക്കും അങ്ങനെ പറയുന്നത്? അത് പറയാൻ ബുദ്ധിമുട്ട് നമുക്ക് കാണും. പല കാര്യങ്ങളുണ്ടാവും അല്ലേ? ചിരിക്കുന്നില്ല, എന്നെ നോക്കി എന്ത് ചെയ്യുന്നില്ല, ചിരിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ രോഗിയായിരുന്നപ്പം എൻ്റെ വീട്ടിൽ വന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നപ്പോൾ വന്നില്ല, എന്നെ വിളിച്ചില്ല, ഫോണിൽ വിളിച്ചില്ല. ഞാനൊരു പ്രയാസത്തിലായിരുന്നപ്പോൾ, പ്രതിസന്ധിയിലായിരുന്നപ്പോൾ എന്നോട് എൻ്റെ അടുക്കൽ വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലഭിച്ചില്ല. എൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാനായിട്ട് തുനിയുന്നില്ല. അപ്പം ഇതൊക്കെ സ്നേഹമില്ല എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആർക്കും സ്നേഹമില്ല, നമ്മൾ പൊതുവായിട്ട് ജനറലായിട്ട് പറയുള്ളൂ. ആർക്കുമില്ല എന്ന് പറയാൻ നമ്മളാരും അല്ല, എല്ലാവരുടെയും കണക്ക് നമ്മുടെ കയ്യിലില്ല. പക്ഷേ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സ്നേഹമുണ്ടോ എന്ന് അന്വേഷിക്കാനും വിധി കൽപ്പിക്കാനും വിധി പ്രസ്താവിക്കുവാനും എല്ലാവരെയും സ്നേഹിപ്പിക്കാനും ഒന്നും തിരുവചനം പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞേ? പിന്നെന്താ? നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, റോമാലേഖനത്തിൽ അങ്ങനെയാണല്ലോ പറയുക, 5-ാം വാക്യം എന്താ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ സ്നേഹം ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്കിൽ, ഇതൊക്കെയാണ് സ്നേഹമില്ല എന്നുള്ളതിന് ഒരു കാരണമായി ഞാൻ അവതരിപ്പിക്കുന്നതെങ്കിൽ, ഇതേ കാര്യം എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതേ കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവരെ ചെയ്യാനായിട്ട് സാധിക്കും. ONV കുറുപ്പിനോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്.
അത് ശരിയല്ലേ? സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുഃഖവും എന്ന് അദ്ദേഹം പറയേണ്ടത്. ഈ നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ ആധാരം എന്താണ്? എന്തിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്? സന്തോഷമുണ്ടോ? അതാണ് പ്രശ്നം. നമ്മളിവിടെ കണ്ടല്ലോ, കർത്താവിനെ കുറിച്ച് നമ്മളൊന്ന് വായിക്കുന്നത്, അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനാലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സത്യത്തിൽ സന്തോഷിപ്പിക്കുമ്പോഴാണ് സന്തോഷം കണ്ടെത്തുന്നത്. തിരുവചനത്തിൻ്റെ ഒരു ആധാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവരെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരും എന്നെ എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കണം. ഭാര്യ എന്നെ സന്തോഷിപ്പിച്ചോണം. വീട്ടിലുള്ള എല്ലാവരും എൻ്റെ സന്തോഷത്തിന് എന്താ ഇവിടെ ഒരു വിലയില്ലേ? എന്നെ എന്താ ആളുകൾ സന്തോഷിപ്പിക്കാത്ത? ഇതാണല്ലോ പ്രശ്നം. എന്നെ എന്താ സ്നേഹിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തുകൊണ്ട് മുൻഗണന തരുന്നില്ല? എൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പെരുമാറുന്നില്ല? സത്യത്തിൽ ഈ ക്രൈസ്തവ സന്തോഷം എന്ന് പറയുന്നത് അപരനെ സന്തോഷിപ്പിക്കുന്നതിനാൽ ലഭിക്കുന്നതാണ്. ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരുവനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്നതാണെന്ത്? ക്രൈസ്തവ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കായി മരിച്ചവന് വേണ്ടി അത്ര ജീവിക്കുന്നു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താ? എങ്ങനെയാ? എന്താ നീ സ്നേഹിക്കാത്ത, നിങ്ങൾ സ്നേഹിക്കാത്ത എന്നില്ല. അവിടെ പരാതിയേ ഇല്ല. എന്താണ്? ആ സ്നേഹം കഷ്ടപ്പെടുകയാണ്. ആ സ്നേഹം പലതും ഷെയർ ചെയ്യുകയാണ്, പങ്കിടുന്നതാണ്, കഷ്ടം അനുഭവിക്കുന്നതാണ്, ത്യാഗം സഹിക്കുന്നതാണ്, ഇറങ്ങി വരുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ സഹോദരപ്രീതിയിലേക്ക്, ആ സഹോദര സ്നേഹത്തിലേക്ക് വരുവാനായിട്ട് ഇതെല്ലാം ആവശ്യമായ ഘടകങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെറ്റിലാവണം. എന്താകണം? സെറ്റിലാവണം. സെറ്റിലാവോ? സെറ്റിലാവാന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധ്യമാക്കി നമ്മൾ ഒരു സ്ഥലത്ത് കല്ലായിട്ടിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കല്ലിച്ച് പോവാന്നാണ്. ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ആഗ്രഹിക്കുന്നില്ല. എന്താ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇതാഗ്രഹിക്കുന്നത് സഹോദരപ്രീതി, അതിഥി സൽക്കാരം. എൻ്റെ സഹോദരനെ യേശുക്രിസ്തുവിൽ ഞാൻ അനുഭവിക്കുന്ന ആ സ്നേഹം മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് സഹോദരവർഗത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ പോയി ആ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആരുമല്ലാത്ത ഒരാളെ ഇരുത്തി ആ വീൽ ചെയർ തള്ളി അവരെ കൊണ്ടുപോയി ഡോക്ടറെ കാണാനായിട്ടുള്ള ചീട്ട് എടുത്ത് ഡോക്ടറെ കാണിച്ച്, നമ്മൾ ലബോറട്ടറിയിൽ പോയി ടെസ്റ്റുകൾ നടത്തി വീണ്ടും ഡോക്ടറെ കാണിച്ച് ഒക്കെ DYFI കൊടുക്കുന്ന പൊതിച്ചോറ് വാങ്ങിച്ച് നമ്മളും കഴിച്ച് അവർക്കും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ. അതാണ് ഈ സ്നേഹം പകരുക എന്ന് പറയുന്നത്. നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത, നമ്മുടെ ഇളയപ്പൻ്റെ മക്കളോ നമ്മുടെ വീട്ടുകാരോ ചാർച്ചക്കാരോ അല്ലാത്ത ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം കിടക്കുന്ന ആ ആശുപത്രി കിടക്കയുടെ താഴെ ഒരു പാ വിരിച്ച് അദ്ദേഹത്തിന് കൂട്ടുകിടക്കുന്നത്, അതാണ് സഹോദര സ്നേഹം. ആ സഹോദരൻ ആവശ്യപ്പെടാതെ, ആ സഹോദരൻ അന്തിച്ചു നിൽക്കണം നിൻ്റെ സാന്നിധ്യം അവിടെ കാണുമ്പോൾ. ആ സഹോദരൻ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ, അല്ല, ആ സഹോദരന് പലപ്പോഴും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് ആളുകളില്ല എന്നുള്ളതാണ്. നമ്മളെ കേൾക്കാൻ ചെന്നിരുന്ന് കേൾക്കാൻ.
ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് അധികം നമ്മുടെ കയ്യിലുണ്ടാകണമെന്നില്ല. നമുക്ക് ഉള്ളത് എന്ത് ചെയ്യാം? നല്ലൊരു വാക്ക്, നല്ലൊരു നോക്ക്, നല്ല നമ്മുടെ ഒരു സാന്നിധ്യം അല്ലേ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാമെന്നേ. ഇപ്പം ഞങ്ങൾ കൃഷിക്കാരാണ്, ഞങ്ങളുടെ കുറച്ച് പറമ്പൊക്കെയുണ്ട്. അപ്പോൾ ചിലപ്പം കപ്പങ്ങയായിരിക്കും, പപ്പായ മരം കപ്പളമുണ്ട്, അപ്പോൾ അതിനകത്ത് കപ്പങ്ങയുണ്ടാകും. ചിലപ്പോൾ കപ്പയായിരിക്കും, ചിലപ്പോൾ വാഴക്കുടപ്പനായിരിക്കും, വാഴക്കൂമ്പ്, അല്ലെങ്കിൽ മാങ്ങയോ കടച്ചക്കയോ 2 തേങ്ങയോ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ പോകും ഈ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ മമ്മി ഈ സഞ്ചിയിലോ ഒക്കെ 2 സഞ്ചിയിലായിട്ടൊക്കെ ഇത് തൂക്കി പിടിച്ചായിരിക്കും മീറ്റിങ്ങിന് പോകുന്നത്, ചിലപ്പോൾ ആരാധനയ്ക്ക് പോകുന്നത്, ചിലപ്പോൾ ദേവദാസന് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ അതൊരു മമ്മിയുടെ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് കണ്ട് ശീലിച്ചത് ഇപ്പം ഞങ്ങളത് ശീലമായി. അപ്പോൾ നമ്മുടെ മക്കളത് കണ്ടുപിടിക്കുകയാണ്. അപ്പം അവർക്ക് ഈ സഹോദരവർഗത്തോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. അവിടെ രാജസ്ഥാനിൽ മരുഭൂമിയിൽ ചെല്ലുമ്പം പാവപ്പെട്ട സഹോദരങ്ങളെ കാണുമ്പം നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കണം, പപ്പേ എന്തെങ്കിലും നമ്മളവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പം നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്. നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോടി? ഇത്രയുണ്ട്. അപ്പം അത് ഈ ഒരു ബന്ധം ഞാൻ എപ്പോഴും പറയാറുണ്ട്. സാധാരണ ഈ വീടുകൾ ഇപ്പം നമ്മൾ അണുകുടുംബങ്ങളായി. പണ്ടൊക്കെ ഒരു വീട്ടിൽ 2 or 3 മക്കളുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും കൂടെ വിവാഹം കഴിച്ച് അങ്ങനെ വീട്ടിലായിരുന്നു. ഇപ്പം ഈ അണുകുടുംബമായിട്ടും എന്തില്ല, ശരിയാവുന്നുണ്ടോ? സെറ്റാവുന്നുണ്ടോ? അപ്പനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെന്താകുന്നത്, ഇല്ലേ? സത്യത്തിൽ എന്നിട്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് വഴക്കാണ്, എല്ലാവരുമായിട്ട്. ആരെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ. നിങ്ങൾ പിണങ്ങുന്നില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ആരെയും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ അതിനുള്ള സ്പേസ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ല. ചേട്ടനെയോ ചേട്ടൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മാവിയപ്പനെയോ അമ്മാവിയമ്മയോ. ഒരു വീട്ടിൽ ഞാൻ ഒരു ദേവദാസനും കൂടെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് ഫോൺ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ചെല്ലും. അവിടെ ചെന്നപ്പോൾ വന്യവയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങളിനേക്കാളും പ്രായമുണ്ട്. ആ മനുഷ്യന് ചുണ്ട് പൊട്ടി, ബട്ടൺസ് എല്ലാം പൊട്ടി ഇരിക്കുക, ഒരു കസേരയിൽ, ഇതുപോലെ ഒരു കസേര ഇരിക്കുക. മരുമകൾ ഈ ഷർട്ടേ പിടിച്ച് വലിച്ചു ചുറ്റിച്ച് ചുമരിലടിച്ചതാണ്. വിശ്വാസിയുടെ കാര്യം പറയുന്നത്, വിശ്വാസികളുടെ അല്ല. അപ്പോൾ ഉൾക്കൊള്ളാം. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അത്ര ഇടുക്കമുള്ളത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടുക്കമില്ല. അപ്പം ഒരു മരുമോള് വരുക, അപ്പം മക്കളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക. ആളുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. അകറ്റുകയല്ല വേണ്ടേ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യും. അവർ സ്വാർത്ഥരും തന്നിഷ്ടക്കാരുമായി ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. സാമൂഹ്യ ബോധത്തിൽ നിന്ന് അവരകലും. കുടുംബത്തിലെ കാര്യം പറഞ്ഞേ, ഇതുപോലെ തന്നെ സഭയിലെ എല്ലാവരും മോശം, ആർക്കും സ്നേഹമില്ലാത്തവരും കുഴപ്പക്കാരും ഒന്നിനും കൊള്ളാത്തവരും. നമ്മൾ വീട്ടിലിരുന്ന് പറയില്ല, നമ്മൾ വീട്ടിലിരുന്ന് പറയൂ. അപ്പം കൊച്ചെന്താ മനസ്സിലാക്കുന്നത്? അതേസമയം നമ്മൾ ചെറുപ്പം മുതലേ ഈ അതിഥി സൽക്കാരം നമ്മുടെ വീട്ടിലേക്ക്, സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളെ, പാവപ്പെട്ട ആളുകളെ, ആവശ്യക്കാരെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയല്ല, ആവശ്യക്കാരെ, രോഗികളെ നമ്മൾ കുടുംബമായിട്ട് മക്കളോടുകൂടെ, ആലംബഹീനരെ, അനാഥരെ ഒക്കെ പോയി സന്ദർശിക്കുകയും നമ്മളാലാകും. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു പേരയുണ്ട്, 2 പേരക്കെങ്കിലും കൈ പിടിച്ച് മതിയെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
എന്താ നമ്മൾ പേനയും പെൻസിലും നോട്ട് ബുക്കും ബാഗും മേടിക്കുമ്പോൾ അയൽപക്കത്തെ വീട്ടിൽ അല്ലെങ്കിൽ ആവശ്യക്കാരന് വേണ്ടി അവരോട്, അപ്പോൾ നമ്മുടെ മക്കളും അത് മനസ്സിലാക്കും, അവരും പഠിക്കും, അവരും സഹൃദയരായിത്തീരും, മനസ്സലിവുള്ള ആർദ്രതയുള്ള മനസ്സുള്ളവരായിട്ട് അവർ തീരും. അപ്പോൾ ആർക്കാ ഗുണം? പറഞ്ഞേ, ആർക്കാ ഗുണം? നമുക്ക് തന്നെ ഗുണം. അവർ കല്ലിക്കില്ല, അവരുടെ മനസ്സെന്തില്ല, കഠിനമാകുകയില്ല. അവർ നമ്മളെ കൊണ്ടുപോയി അനാഥശാലയിൽ അല്ലെങ്കിൽ എന്താ വൃദ്ധമന്ദിരത്തിൽ ആക്കിയില്ല. അവരെ അതിന് ഒരു സഹവർത്തിത്വത്തിൻ്റെ ബോധത്തോടുകൂടെ പെരുമാറുവാനും ഈ നമ്മുടെ കർത്താവ് മുന്നോട്ട് വെച്ച, കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം, കർത്താവ് മുന്നോട്ട് വെച്ച ഈ അനുഗ്രഹീതമായ ലോകത്തെ മാറ്റിമറിച്ച ഈ സ്നേഹമെന്ന് പറയുന്ന ആ വസ്തുത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും, സ്നേഹം എന്താണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, തെറ്റായ സ്നേഹമല്ല, ശരിയായ സ്നേഹം, ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത് പ്രയോഗിക്കാനായിട്ട് ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. നമ്മൾ എല്ലാ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റിയിട്ട് നമുക്ക് ആരെയും സ്നേഹിക്കാനും ആർക്കും ഷെയർ ചെയ്യാനോ നമുക്ക് ആരെയും സന്തോഷിപ്പിക്കാനോ ഒന്നും ഒരിക്കലും കഴിയില്ല. കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ, അല്ലെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യം നമ്മൾ ആരാധനയ്ക്ക് എപ്പോഴും പറയുന്നതാണല്ലോ, 2 കൊരിന്ത്യർ 8:9. എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം എല്ലാ മഹത്വവും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും ഉടയവനും സമ്പന്നനുമായിരുന്നവൻ മറ്റൊരാളുടെ, അല്ല നിങ്ങളുടെ ദാരിദ്ര്യത്തെ മാറ്റുവാനായിട്ട് താൻ ആരായി തീർന്നു? ദരിദ്രനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ഹൃദയം ആർദ്രമായി തീരുകയും ആ ദൈവസ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നമുക്ക് ഒരു പ്രത്യേകമായൊരു അനുഭൂതി നമുക്ക് അനുഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്ല എങ്കിൽ ഞാൻ പറയട്ടെ, അവർ ഈ ലോകത്തിൻ്റെ ഏതായ ചിന്താഗതിയിലൊക്കെ വളർന്നു വരുവാനും അവർ കല്ലിച്ചു പോകാനായിട്ടും ഇടയായിത്തീരും. യാതൊരു വിധമായ സാമൂഹ്യ പ്രതിബദ്ധതയോ സ്നേഹമോ ഒന്നുമില്ലാത്തവരായി സ്വയസ്നേഹികളായി ഒക്കെ തീരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ വരാതിരിക്കട്ടെ, ദൈവം അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-6 വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. മനുഷ്യനില്ലാത്തൊരു സംഗതിയാണ് അല്ലേ? എന്താ? സംതൃപ്തി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. നമ്മൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ചിലർ അത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ധനവാനാകുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നാണ് തിരുവചനം പറയുന്നത്, സദൃശവാക്യത്തിൽ പറയുന്നത്.
എത്ര ദ്രവ്യം കിട്ടിയാൽ, എത്ര പണം ലഭിച്ചാൽ തൃപ്തിയാകും? തൃപ്തിയാവില്ല. അതാണ് പണത്തിൻ്റെ പ്രത്യേകത. മുകേഷ് അംബാനിയോട് ചോദിക്കുക, നിങ്ങൾ തൃപ്തനാണോ? തൃപ്തനാണോ? ഇല്ല. എത്ര പണം ലഭിച്ചാൽ, എത്ര പണം സമ്പാദിച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും ധനവാന്മാരല്ല. എല്ലാവരും ആരാ? എല്ലാവരും ആരാ? ദരിദ്രരാ അല്ലേ? അല്ലേ? അതെ, എല്ലാവരും നമ്മളെല്ലാവരും ആരാ? ദരിദ്രരാ. ഇനി അത് എപ്പോഴാണ് നമ്മൾ ധനവാനാകുക? ആകുമോ? ആകുമോ? ഈ ധനവാൻ ദരിദ്രൻ എന്നുള്ളത് എങ്ങനെ നിശ്ചയിക്കുന്നത്? എങ്ങനെയാ? അത് ആപേക്ഷികമാണ് അല്ലേ? ആപേക്ഷിക. നമ്മളെ തന്നെ ആരുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ധനവാനാണോ അല്ലയോ എന്നുള്ളത് വരുന്നത്. അപ്പോൾ നമ്മൾ ആരല്ല? ധനവാൻ അല്ല. കാരണം നമ്മെ വെച്ച് ആരെ വെച്ചാൽ നമ്മെ തന്നെ എന്ത് ചെയ്ത് താരതമ്യം ചെയ്യുന്നത്? നമ്മളെക്കാളും വലിയ ആൾ. നമ്മളൊരിക്കലും താഴേക്ക് നോക്കുന്നില്ല. ഇന്ത്യയിലെ 75% ആളുകളെക്കാൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ധനവാന്മാരാണ്. നമ്മൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തെ 75 മുതൽ 80% ആളുകളെക്കാൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ധനവാന്മാരാണ്. പക്ഷെ നമുക്കെന്തില്ല? സംതൃപ്തി, കണ്ടന്റ്മെന്റ്. ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് എവിടെ തുടങ്ങിയതാ? ഏതൻ. എല്ലാം കൊടുത്തു. ഇനി എന്താ കൊടുക്കുക? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സകലവും അവൻ്റെ കാൽ കീഴാക്കി എന്നാണ്. സർവത്തിനും അവനെ അധിപതിയാക്കി. ഒന്നും കീഴ്പ്പെടുത്തിയതിൽ ഒന്നും അവന് കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നുമുണ്ട്. എബ്രായലേഖനം 2-ാം അധ്യായം നമ്മൾ വായിച്ചല്ലേ? സകലവും കൊടുത്തു. പക്ഷെ എന്തോ യു ആർ ലാക്കിങ് സംതിങ്. നിനക്ക് എന്തോ കുറവുണ്ട്, നിനക്ക് അതും കൂടെ വേണം, നിനക്ക് ഇതും കൂടെ വേണം, നിനക്ക് എന്തോ ഇല്ലാത്തതുണ്ട് എന്ന മിഥ്യാധാരണ ഉള്ളിലാക്കി ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോയി ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നതാണ് പൈശാചികൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കേരളക്കാരനുഭവിക്കുന്ന നന്മകളുടെ പിന്നിൽ വിദേശത്ത് നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ മിഷണറിമാർ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന് നൽകിയ, അവർ ത്യാഗം സഹിച്ച് നൽകിയ സംഭാവനകൾ കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. അതാർക്കും വിസ്മരിക്കാനായിട്ട് കഴിയില്ല അല്ലേ? നാഗൽ സാഹിബിനൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നോയൽ സാഹിബിനെ മറക്കാൻ കഴിയില്ല. ആന്ധ്രയിൽ പോയ സൈലസ് ഫോക്സിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ആ ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് തിരിച്ച് ഇവിടെ സുഖം പോരാ എന്ന് പറഞ്ഞ് ആ നാടുകളിലേക്ക് എന്ത് ചെയ്യാണ്? കുടിയേറുകയാണ്. ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്. ഉള്ളതിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ തൃപ്തിയില്ലെങ്കിൽ എവിടെ പോയാലും തൃപ്തി ഉണ്ടാകില്ല. ഇവിടെ സന്തോഷമില്ല എങ്കിൽ എവിടെ പോയാലും സന്തോഷം ലഭിക്കുകയില്ല. ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞത്, സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സന്നിഗ്ധ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ നിരന്തരമായി അനുസരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിത പാന്താവിൽ നിന്ന് നിങ്ങൾ പെറുക്കിയെടുക്കുന്നതാണെന്ന് സന്തോഷമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത്, ഈ ലോകത്തിൽ പണം സമ്പാദിക്കുന്നതോ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ല, അതിൽ കൂടിയല്ല ആത്യന്തികമായിട്ട് എനിക്ക് സന്തോഷം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ പിന്തുടരുകയും ആവശ്യക്കാരനെ സഹായിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും
ലഭിക്കുന്നത്. ഇത് നമ്മൾ അനുഭവിക്കുകയും നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ ശീലിപ്പിക്കണം, കാണിച്ചു കൊടുക്കണം. അപ്പൻ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ആളല്ല, ജോലിക്ക് വേണ്ടി ശമ്പളത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില ധാർമ്മികമായും അതുപോലെ സാമൂഹ്യമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നയാളാണ്. അതിലാണ് അദ്ദേഹം യഥാർത്ഥമായ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ തലമുറകൾക്ക് നാം കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? ദൈവാശ്രയമുള്ളവരല്ലാതെ വരുമ്പോഴാണ് ദ്രവ്യാഗ്രഹം നമ്മിൽ പെരുകുന്നത്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്, പക്ഷേ എൻ്റെ കർത്താവിനേക്കാൾ വലുതല്ല ഇതൊന്നും. എൻ്റെ കർത്താവാണ് എനിക്കെല്ലാം അനുഭവിക്കാനായിട്ട് നൽകുന്നത്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലെ ഒടുവിലത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. ധനവാന്മാരോട് നീ പറയണം, എന്താണ്? ദൈവമാണ് എല്ലാം അനുഭവിക്കാൻ തരുന്നതെന്ന് അവരെ ഉപദേശിക്കണമെന്നാ തീത്തോസിനോട് പൗലോസ് പറയുന്നത്. ദൈവമാണ് അനുഭവിക്കാൻ തരുന്നത്, എനിക്ക് അതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് മതി എന്ന് പറയാനായിട്ട് ഇടയായിത്തീരണം. ഒത്തിരി കാര്യങ്ങൾ പറയാൻ സാധിക്കും. 1-2 കാര്യം പറയട്ടെ. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അനാവശ്യത്തിന് ഒരിക്കലും പണം ചിലവഴിക്കുകയില്ല എന്ന് നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ പറയാറുണ്ട്, ഈ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണല്ലോ, നീഡ്സ് ആൻഡ് വാണ്ട്സ്, അല്ലേ? ഐ നീഡ് ദാറ്റ്. എന്താണ്? നമുക്ക് അരി വേണം, പച്ചക്കറി വേണം, അത് ആവശ്യമാണ്, അത് അത്യന്താപേക്ഷിതമാണ്. ചില കാര്യങ്ങൾ ഐ വാണ്ട് ദാറ്റ്. പിള്ളേർ കഴിക്കും, അപ്പം എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് മോൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ മൊബൈൽ വേണം, പുതിയ ഒരു മൊബൈൽ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ വടക്കേന്ത്യ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ദേവദാസൻ പറയാം, ആ സോറിനുണ്ടല്ലോ പുതിയ ഇറങ്ങുന്ന മോഡൽ എന്താ പറയുന്നത് മൊബൈലുകളൊക്കെ അദ്ദേഹം വാങ്ങും. എനിക്ക് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ലുലു മാളിലേക്ക് പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് അവിടെ. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം നമുക്ക് അത് ഈ വാൺസാണ്, എനിക്ക് വേണം എന്നുള്ള തോന്നലാണ്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. കർത്താവിൻ്റെ വചനം അത് വിലക്കുകയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സോരം പറഞ്ഞു, ഇവിടെ ഒരു നറുക്കെടുപ്പിലൂടെ ഒരു പുതിയ ബൈക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഒരു മാർക്കറ്റ് വിലയേക്കാൾ ഒരു 10-30,000 രൂപ കുറച്ചത് കൊടുക്കും. ജോൺസൺ ചേട്ടൻ മേടിച്ചു. ജോൺസൺ ചേട്ടൻ്റെ ബൈക്ക് ഇപ്പം ഒത്തിരി പഴകി, 10-15 വർഷം ആവാറായി. അപ്പോൾ ഇനി റിന്യൂ ചെയ്തു. പുതിയത് മേടിച്ചു, വില കുറച്ച് കിട്ടും. വീട്ടിൽ ഞാനൊന്നും പിടിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ ചെറിയവൻ പറഞ്ഞു, പപ്പ മേടിച്ചോ, പുതിയ ബൈക്ക് മേടിച്ചോ? വേണ്ട, നമുക്കത് നമ്മുടെ ബൈക്ക് എന്ത് ചെയ്താൽ മതി? റിന്യൂ ചെയ്ത് നമുക്ക് വേണോ വേണ്ടയോ എന്ന് നിശ്ചയിച്ച് നമുക്ക് ലഭിക്കുന്ന പണത്തെ ശരിയായ നിലയിൽ, നമുക്ക് ലഭിക്കുന്ന പണം നമ്മുടെയല്ല, നമ്മൾ ആരുടെയാണ്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദശാംശം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മളെന്തോ ഔദാര്യം ചെയ്യുന്ന പോലെ. കർത്താവ് ഇത് മൊത്തം മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നേ. അപ്പോൾ അതെടുത്ത് ചിലവാക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് അനുവാദം ചോദിക്കണം. ദൈവമേ, ഞാൻ കാറ് മേടിക്കുക, ഈ കാറിന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പറ്റുമോ? മേടിക്കാൻ പറ്റുമോ? അപ്പോൾ കർത്താവിനോട് ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മുന്നോട്ട് പോകാം.
4-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഊന്നി പറയേണ്ടുന്ന ഒരു കാര്യമാണ് വിവാഹത്തെ സംബന്ധിച്ച്, കുടുംബജീവിതത്തെ സംബന്ധിച്ച്. കുടുംബം എന്ന സംവിധാനം ആണ് ദൈവം ഏറ്റവും ആദ്യം ആരംഭിച്ചത്. അതിനെ നശിപ്പിക്കാനാണ് പിശാച് എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പല തത്വങ്ങൾ നമ്മൾ വചനത്തിൽ വായിക്കും. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. വിവാഹത്തെ അനുകൂലിക്കാത്ത തെറ്റായ അസാൻമാർഗികമായ ജീവിതചര്യ അനുകൂലിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമവും അതെന്ത് ചെയ്യുക, അനുവദിക്കുന്നുണ്ട്. ഒരു ഭാര്യയോ ഭർത്താവോ പരസ്ത്രീയുമായി അല്ലെങ്കിൽ പരപുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു എങ്കിൽ അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുവാദം ഭർത്താവിനോ ഭാര്യയ്ക്കോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു എന്ന് പറഞ്ഞാൽ അതിനെ അവിഹിതമെന്ന് പറയരുത് എന്നുള്ളതാണ്, തെറ്റാണെന്ന് പറയരുത് എന്നുള്ളതാണ്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വിവാഹം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും, എല്ലാ മതത്തിലും, എല്ലാ ദേശക്കാർക്കും, എല്ലാ വർണ്ണത്തിലും, എല്ലാ ജാതിയിലും, എല്ലായിടത്തും മാന്യമാണ്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ 1:7 വായിക്കുന്നുണ്ട്. എന്താ? ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. വിവാഹം കഴിച്ചിട്ട് ബ്രഹ്മചര്യം നടത്തുന്നത് ശരിയല്ല. വിവാഹത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഭാര്യാഭർത്താക്കന്മാർ ശരിയായ നിലയിൽ നല്ല ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ മധ്യവയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഇതിലേക്ക് വരുമ്പോൾ അതിനോടുള്ള ആഗ്രഹം, ലൈംഗികതയോടുള്ള ആഗ്രഹം സ്ത്രീകളിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണക്ക് പറയുന്നത്, ഒരു മനഃശാസ്ത്രം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാർ തെറ്റിപ്പോകുന്ന ഒരു സമയവും നിങ്ങൾ കണക്കുകളെടുത്ത് നിങ്ങൾ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ശാരീരികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ മാനസികമായും ശാരീരികമായും സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തേണ്ടുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും അത് പരസ്പരം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ, അവരെ സംതൃപ്തരാക്കുവാനായിട്ടാണ് വിവാഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിനകത്ത് ലൈംഗികത വിശുദ്ധമാണ്. വിവാഹത്തിന് പുറത്ത്, അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത്? ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. ദുർനടപ്പെന്ന് പറഞ്ഞാൽ വിവാഹപൂർവ ബന്ധങ്ങളാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹേതര ബന്ധങ്ങളാണ്. വിവാഹം കഴിച്ച ഒരാൾ തൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ അവിശ്വസ്തത കാണിക്കുന്നതാണ്. ഇത് രണ്ടും എന്താണ്? ഇപ്പോൾ ഒരു ചിന്താഗതിയുണ്ട്, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഒരു ചിന്താഗതി എന്തെന്ന് പറഞ്ഞാൽ, ഒരു പുതുതലമുറ ചിന്താഗതി, വിവാഹം കഴിച്ചിട്ട് പിന്നെ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിവാഹത്തിന് മുമ്പ് എന്തും ആകാം. അങ്ങനെ ചിന്തിക്കുന്നത്. വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ മതി എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. എന്തിനാണ് ഈ പൊല്ലാപ്പെല്ലാം നമ്മൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? ഈ കുടുംബ പ്രശ്നങ്ങൾ ഒരാളെ തന്നെ നമ്മൾ ചുമക്കേണ്ട ആവശ്യം എന്താ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. ഇത് അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട എന്ന് വെക്കുന്നവർ
ധാരാളമായിട്ട് പെരുകിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ, ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നവനാണ്, ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം കൂടെ ഞാനിപ്പോൾ അതിനോട് ചേർത്ത് പറയട്ടെ. ഈ വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ വ്യഭിചാരമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? അല്ല, സ്ത്രീയെ നോക്കുന്നത് അത് അവിടെ പ്രത്യക്ഷമായിട്ട് കർത്താവ് പറഞ്ഞതാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചാൽ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതിന് ഭാര്യ വന്നിട്ടുണ്ട്, മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ് ഉണ്ട് അടുത്ത ആഴ്ച. അപ്പം അടുത്ത ആഴ്ച ഞാൻ വരുന്നത് വേറെ നമ്മുടെ ആളെ ഉപേക്ഷിച്ച് വേറൊരു ആളുമായിട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെയുണ്ടാവും? എത്ര പേര് എനിക്ക് കൈ തരും? ഉറപ്പാണോ? അങ്ങനെയൊന്നുമല്ല, അത് ജോഷി സാറിന് തോന്നുന്നതാ, വെറുതെ തോന്നുന്നതാ. അങ്ങനെയുള്ള ആളുകൾക്ക് കൈ കൊടുക്കുന്നത് ഞാൻ ധാരാളം പേര് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഭകളിൽ ധാരാളമായിട്ട് അങ്ങനെയുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ട്, പലയിടത്തും ആരാധിക്കുന്നവരുണ്ട്. അത് തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട്. അത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് അവളുടെ. അപ്പം അവൻ ഇപ്പോൾ വിവാഹം കഴിച്ച ആളെ എന്ത് ചെയ്യാം? എടുക്കുന്നതിന് കുഴപ്പമില്ല. ഏത് കാരണവും ചൊല്ലി ഒരു കാരണവും കാരണമല്ല. ഇത് മക്കളെ നമ്മൾ പഠിപ്പിക്കണം ചെറുപ്പം മുതൽ. അഡോളസൻസിലേക്ക് വരുമ്പോൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാരൻറ്റിങ് ഒക്കെ ഈ കാലഘട്ടത്തിൽ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്, പണ്ടത്തെ പോലെയല്ല. അത് ശ്രദ്ധിക്കണം. അഡോളസൻസിലേക്ക് വരുമ്പോൾ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞ് പഠിപ്പിക്കുകയും ഒരു ഉത്തമയായ ഭാര്യയോ അമ്മയോ മരുമകളോ ഒക്കെ ആകത്തക്ക നിലയിലുള്ള ആ മാതൃകാപരമായിട്ട് അമ്മമാര് സഹോദരിമാര് ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലേ? അതുപോലെ തന്നെ ആൺമക്കളാണെങ്കിൽ അപ്പന്മാരത് പറഞ്ഞു കൊടുക്കുകയും ഒരു മകനോട് പറയണം, മോനെ ഈ പ്രായത്തിൽ നിനക്ക് ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ നോക്കാനൊക്കെ നിനക്ക് അത് നിൻ്റെ ശരീരത്തിൽ ചില ഹോർമോൺസും ചില പ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നിനക്ക് ആ മോനെ അത് തോന്നുന്നതാണ്. പക്ഷെ മോൻ തെറ്റായൊരു വാക്കോ സ്പർശനമോ എതിർലിംഗത്തിലുള്ള ആളുകളുമായിട്ട് ചെയ്യരുത്. ഇതാര് പറയണം? ആരാ പറയണ്ടേ? അതിന് നമുക്കതിന് സമയമില്ലേ? നല്ല മകളായി വളർത്തുവാൻ, ഭാവിയിൽ നല്ലൊരു മരുമകനോ മരുമകളോ ഭർത്താവോ ഭാര്യയോ അപ്പനോ അമ്മയായിട്ട് അവരെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമമല്ല. നമുക്ക് വേറെ പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അവർ മൊബൈലും കുത്തി റൂമിനകത്ത് ഇരിക്കുമ്പോൾ എന്താ വേണ്ടേ? നീ അറിയുക, എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അവർക്ക് എന്ത് പ്രതിബദ്ധത സമൂഹത്തോടുള്ളത്? സഭയോട് എന്ത് പ്രതിബദ്ധത ഉള്ളത്? സ്വന്തം വീടിനോട് എന്താ പ്രതിബദ്ധത? ഒന്നും അറിഞ്ഞുകൂടാ. വീട്ടിൽ ആളുകൾ വന്നും പോയതും ഈ അപ്പൻ പോയി ചുമരയിൽ ഉളി വെച്ച് ചുറ്റിയേക്ക് അടിച്ചും ഇലക്ട്രീഷ്യൻ പണി ചെയ്ത് വേർത്തൊലിച്ചിട്ടാണ് ഈ പണം കൊണ്ടുവരുന്നത് എന്നുള്ള ആ ബോധം മക്കൾക്ക്
ഇല്ല. അത് നമ്മൾ പറയാൻ ന്യായം പറയുന്നുണ്ട്. എന്താ? അവരെ കഷ്ടപ്പാടൊന്നും, എല്ലാ കഷ്ടപ്പാടും അറിയിച്ച് നല്ല പൗരന്മാരായി നല്ല വൃത്തിയുള്ള ആളുകളായി അവരെന്ത് ചെയ്യണം? വളർത്തുക. അതിന് പരിശ്രമിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ബാക്കി ലോകം കുഴപ്പമുള്ളതാണ്. ഇപ്പം ഈ പല തെറ്റുകളെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഈ വിവാഹമോചനവും പുനർവിവാഹത്തെയൊക്കെ അനുകൂലിക്കുന്നവർ നമ്മൾ മക്കളെയൊക്കെ നമ്മൾ മക്കളെ വളർത്തുന്നു എന്നോ അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ തെറ്റിപ്പോകാം എന്ന് പറഞ്ഞ് ഇന്നേ നമ്മൾ തെറ്റിന്, തിരുവചനത്തിന്, സത്യങ്ങൾക്ക്, കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരെ നിൽക്കണോ? വേണ്ട. അങ്ങനെ നിന്നാൽ നിങ്ങൾ എൻ്റെ അടുക്ക വരെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവിക്കുമെന്ന് വിചാരിക്കാതെ ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് നിന്നവരുടെ വീടുകളിലേക്ക് ഇത് വന്നിട്ടുണ്ട്. എണ്ണം പറഞ്ഞ് ഞാൻ പറയാം. അതുകൊണ്ട് പാപം എവിടെ, നമ്മൾ 12-ാം തീയതിയിൽ വായിച്ചു, എന്ത്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിൽക്കണം പാപത്തോട്. അപ്പം അത് മക്കൾ മനസ്സിലാക്കണം. വിവാഹമോചനത്തെയും ഈ വ്യഭിചാരത്തെയും തിന്മകളെയും പാപത്തെയും അസാൻമാർഗതയും എൻ്റെ അപ്പൻ വെറുക്കുകയാണ് ഈ പരിപാടിയുമായിട്ട്, ഇതിനകത്ത് ഈ വീട്ടിലിത് നടക്കുകയില്ലെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഈ സഭയിൽ അത് നടക്കുകയില്ലെന്ന് മനസ്സിലാക്കണം. ഓരോ സഭകളും ഓരോ കുടുംബങ്ങളും പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗം അല്ല, എവിടെ മൈക്ക് കിട്ടിയില്ലെങ്കിലും കൂട്ടായ്മ കിട്ടിയില്ലെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനുവേണ്ടി ധീരതയോടെ നിൽക്കാൻ എനിക്ക് എപ്പോഴും ആവേശം തരുന്ന പൗലോസ്ലീഹ എത്ര സഭ സ്ഥാപിച്ചു കാണും? എത്ര ഭൂഖണ്ഡങ്ങൾ താണ്ടി സുവിശേഷം അറിയിച്ചു? അവസാനം മരിക്കാൻ നേരത്ത് ആരുമില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. കർത്താവ് എനിക്ക് അതെന്താ കൈവിടാൻ കാരണം? ബെൻസിൽ വരേണ്ട ആളാ, പുതയ്ക്കാൻ പുതപ്പില്ല, വായിക്കാൻ പുസ്തകമില്ല, ആരുമില്ല. ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഉപദേശപരമായ അന്നുണ്ടായ ഈ എല്ലാ സഭകളിലും യഹൂദ മതത്തിൽ നിന്ന് വന്നവരുടെ പ്രാതിനിധ്യവും ശക്തിയുണ്ട്. എല്ലാവരും പൗലോസിനെ എതിർക്കുകയാണ്. താൻ ആരാണ്? ന്യായപ്രമാണത്തിന് എതിരെ പറയുന്നയാളാണ്. വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഉറപ്പിച്ചു പറഞ്ഞയാളാണ്. എല്ലായിടത്തും ചെന്ന് ഇതാണ് സത്യമെന്ന് ഉറപ്പിച്ചു പറയുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതി എല്ലായിടത്തും അയച്ചയാളാണ്. അപ്പം അതുകൊണ്ട് ഉപദേശപരമായ കാര്യങ്ങൾക്കും ജീവിത വിശുദ്ധിക്കും ഈ ദൈവമക്കളും അല്ലാത്തവരും സഭയും പുറത്തും ഉള്ള ആളുകളും തമ്മിലുള്ള അതിൻ്റെ അതിർവരമ്പെന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധിയാണ്. അതിനെ മാറ്റി വരയ്ക്കുവാൻ മനസ്സുകൊണ്ട് പോലും നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്, ചിന്തിക്കരുത്. മനസ്സുകൊണ്ട് പോലും. കർത്താവ് നമ്മെല്ലാവരെയും ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറുന്ന നാമം